ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ ബാറ്ററി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്, അതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്. നമ്മുടെ ഫോൺ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ചാർജ് നിൽക്കാത്തൊരു പ്രശ്നം, അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ട്രിക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചെങ്കിലും ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി സേവ് ചെയ്യാൻ, ചാർജ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ട്രിക്ക് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ ഫോണിനകത്തുള്ള ഇവിടെ നമുക്ക് കാണാം, ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാണാം, മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. പലരും ചെയ്യുന്നത് ഇത് എപ്പോഴും ഓണാക്കി വെക്കുക മൊബൈൽ ഡാറ്റ. ഇത് വേണ്ട സമയത്ത് മാത്രം, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. അല്ലാത്ത സമയം നമ്മൾ ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മളുടെ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ട്രിക്കാണ് നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചാൽ ചാർജ് സേവ് ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി ഒരു 35% വെക്കുക. ഓക്കെ, ഒരു 35% നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക. ബ്രൈറ്റ്നസ് കുറച്ചാൽ നമ്മൾ ചാർജ് സേവ് ചെയ്യാം. പിന്നെ ഉള്ള ഓപ്ഷൻ ഇവിടെ കാണാം, ഹോട്ട്സ്പോട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട് കാണാൻ സാധിക്കും. ഈ ഹോട്ട്സ്പോട്ട് ഓപ്ഷനിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ടേൺ ഓഫ് ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലി. ടേൺ ഓഫ് ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓണാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ട് കണക്ഷനൊന്നും കിട്ടാതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഹോട്ട്സ്പോട്ട്, അല്ലെങ്കിൽ വേറെ ഡിവൈസുമായിട്ടൊന്നും കണക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോട്ട്സ്പോട്ട് ഓഫ് ആയിക്കോളും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുക. അടുത്ത ട്രിക്ക്, നമ്മൾ സെറ്റിങ്സ് തുറക്കുക. സെറ്റിങ്സിൽ മാനേജ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ഉണ്ടാവുക. ഇതിൽ ഉദാഹരണത്തിന് നമ്മളിവിടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. വാട്സപ്പ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ യൂസേജ് എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ. ഈ ഒരു ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ ഡാറ്റ ഉപയോഗിച്ച് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇത് എപ്പോഴും ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ. അതായത് ഡാറ്റ ഉപയോഗിക്കുന്ന വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസൊക്കെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് റണ്ണാവുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസാണ്. അതൊക്കെ നമ്മളിത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ, നമ്മളൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഡാറ്റ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ബാറ്ററി കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ബാറ്ററി സേവ് ചെയ്യാനായിട്ട്, ഒരു പരിധിവരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.